ഞാൻ എന്നും നിന്റെ മാത്രം. ഈ ചെറു നോവലിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകട്ടെ. കാവ്യയുടെ ജനനം. ടെലിഫോൺ മുഴങ്ങുന്നത് കേട്ടാണ് ശേഖർ തൻ്റെ ജോലിയിൽ നിന്നും ശ്രദ്ധ തിരിച്ചത്. വേദികയുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിരുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ ബന്ധപ്പെടൽ ഉണ്ടായില്ല. വേദികയുടെ രഹസ്യ ആവശ്യം ശേഖറിന് ഏറെ മനപ്രയാസത്തിന് കാരണമായെങ്കിലും വേദികയുടെ ഭാഗത്തു നിന്ന് പിന്നീട് അതിനെക്കുറിച്ച് സംസാരം ഒന്നും ഉണ്ടാകാതിരുന്നാൽ അയാളും അതിനെക്കുറിച്ച് മറന്നിരുന്നു. ശേഖർ ഫോൺ ബെല്ലടിച്ചപ്പോൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ശേഖറാണോ സംസാരിക്കുന്നത്? മറുതലക്കിൽ നിന്നും ഒരു പുരുഷസ്വരം. അതെ, താങ്കൾ ആരാണ്? നമസ്കാരം, ഞാൻ ഡോക്ടർ രാജ്, ഡൽഹിയിലെ നോബൽ IVF ക്ലിനിക്കിൽ നിന്നാണ് വിളിക്കുന്നത്. ഓ, ഓക്കെ, നമസ്കാരം ഡോക്ടർ, പറയൂ, ഹൗ കാൻ ഐ ഹെൽപ്പ് യു? ശേഖർ പറഞ്ഞു. വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിസ്റ്റർ ശേഖർ. ഒരു പ്രശസ്തയായ വ്യക്തി IVFിലൂടെ താങ്കളിൽ നിന്നും കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ചില നടപടികളുണ്ട്. വിരോധമില്ലെങ്കിൽ താങ്കൾ ഡൽഹി വരെ ഒന്ന് വരേണ്ടി വരും. ഡോക്ടർ രാജ് വിഷയം അവതരിപ്പിച്ചു. ശേഖർ ഒരു നിമിഷം നിശബ്ദനായി. ദുബായിൽ നിന്നും മടങ്ങുന്നതിന് മുമ്പ് വേദികയുടെ അവസാന വാക്കുകൾ അയാൾ ഓർത്തു. ശേഖർ, എന്നോട് യോജിക്കുന്നെങ്കിൽ വരിക എൻ്റെ അടുത്തേക്ക്. എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ എന്നെ പിന്നീട് വീണ്ടും എന്നും കാണില്ല. ശേഖർ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. അയാളുടെ തീരുമാനം പെട്ടെന്നായിരുന്നു. ശരി ഡോക്ടർ, എന്നാണ് വരേണ്ടതെന്നും വിലാസവും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും എനിക്ക് അയച്ചു തരൂ. ഞാൻ വരാം, ശേഖർ പറഞ്ഞു. ഫോൺ വെച്ച ശേഷം അയാൾ വേദികയെക്കുറിച്ച് ആലോചിച്ചു. വേദിക പ്രശസ്തയും ആകർഷകയുമായ ഒരു എഴുത്തുകാരിയാണ്. തന്നെപ്പോലെ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ഒരു കുഞ്ഞ് ജനിക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് ലോകം അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തു തരം ബന്ധമാണിത്? എന്ത് സ്നേഹമാണിത്? കൂടുതൽ ആലോചിക്കുന്നതോറും അയാൾ വല്ലാത്ത വിമിഷ്ടത്തിലായി. എങ്കിലും ഡൽഹിയിലേക്ക് പോകുവാൻ ശേഖർ തീരുമാനിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ശേഖർ ഡൽഹിയിലേക്ക് യാത്രയായി. ആശുപത്രിയിലെത്തി ഡോക്ടർ രാജിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രൊസീജിയറും ശേഖർ പങ്കെടുത്തു. ശേഖറിൽ നിന്നും കിട്ടേണ്ടതെല്ലാം ഡോക്ടർക്ക് കിട്ടി. തുടർച്ചയായുള്ള സന്ദേശങ്ങളുടെ ശബ്ദം കേട്ടാണ് വേദിക ട്വിറ്റർ പ്രൊഫൈൽ തുറന്നത്. ധാരാളം സന്ദേശങ്ങൾ വന്നു കിടക്കുന്നു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു ട്വിറ്ററിൽ മെസ്സേജുകൾ കിട്ടിയിട്ട്. ശേഖറുമായി ഒരു ബന്ധവും പിന്നീട് വേദികയ്ക്കുണ്ടായിരുന്നില്ല. ശേഖറിന്റെ സന്ദേശമാണ് ഏറ്റവും ഒടുവിലെത്തിയത്. കുറച്ച് മണിക്കൂറുകൾ മുമ്പാണ് ആ സന്ദേശം അവൾക്ക് കിട്ടിയത്. അവളത് തുറന്നു. ഞാൻ കോയമ്പത്തൂരിലെ സത്യ ആശുപത്രിയിലാണ്. നിനക്ക് വന്ന് എന്നെ ഒന്ന് കാണാൻ കഴിയുമോ? ഒരുപക്ഷെ നമ്മൾ പരസ്പരം കാണുന്നത് ഇത് അവസാനമായിരിക്കും. ഞാൻ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മൾ രണ്ടുപേരും പ്രായമുള്ള വ്യക്തികളാണ്. ഞാനിപ്പോൾ കുറച്ച് വൃദ്ധനായിട്ടുണ്ട്. എന്നിൽ നിന്നും ഇപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയുണ്ടോ? ഈ സന്ദേശം വേദിക്ക് കിട്ടുകയാണെങ്കിൽ എന്നെ കാണാൻ വരണം. ശേഖറിൻ്റെ സന്ദേശം വായിച്ചപ്പോൾ വേദികയുടെ കണ്ണുകൾ നിറഞ്ഞു. എത്ര വർഷങ്ങൾ കഴിഞ്ഞു തമ്മിൽ കണ്ടിട്ട്. പഴയ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഇപ്പോൾ 17 വർഷമായി. നിങ്ങൾക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. ഞാൻ നിന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചില്ല. ഞാൻ എന്നെന്നും നിന്റേതായിരിക്കും. പക്ഷേ ഒരിക്കലും നിങ്ങളുടേതല്ലാത്ത ശേഖർ.